വാർത്ത PC ജോർജ് നാടകീയമായി പോലീസിൽ കീഴടങ്ങി. പിണറായിയുടെ ചൊറിച്ചിലൊക്കെ ഒന്ന് തീർന്നു കാണും PC ജോർജ്. പക്ഷേ PC മാസായാണ് കീഴടങ്ങിയത്. മകനോടൊപ്പം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ വരൂ എന്ന് വിചാരിച്ചിടത്ത് പോലീസിന് 8ന്റെ പണി കൊടുത്ത് മരുമകൾക്കൊപ്പം വന്നു. എന്നിട്ട് PC എന്നെ പിടിച്ച് ജയിലിലിട്ടോ എന്നുള്ള രീതിയിൽ തന്നെ PC കീഴടങ്ങാൻ നിന്നു. പക്ഷെ ഞാൻ പറയുന്നു PC ഇസ്രായേലിലാണ്. ഇസ്രായേലിലോ? എന്താ PC കോടതിയിൽ കീഴടങ്ങിയത് നമ്മളെല്ലാം കണ്ടതല്ലേ? പിന്നെ ഇങ്ങനെ PC ഇസ്രായേലിലെത്ത്? പക്ഷെ PC ഇസ്രായേലിലാണ്. എന്താ 2 PC ഉണ്ടോ? 2 PC ഉണ്ടോ? ഡബിൾ PC. എന്താ കാര്യം? വാർത്തകളൊന്നും കേട്ടിയില്ലേ? ഞാൻ ഞെട്ടി. കാര്യമുണ്ട്, തമാശ പറഞ്ഞതല്ല. അതായത് ഇവിടുത്തെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പാലക്കാട് തൃത്താലയിൽ ആനയുടെ പുറത്ത് കയറി ഇവിടെ ഹമാസ് അനുകൂല ആളുകൾ, ഹമാസിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ ആഘോഷം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇത് ലോകത്ത് തന്നെ വലിയ ചർച്ചയായി. സൗദി, UAE പോലുള്ള സ്ഥലങ്ങളിൽ ചർച്ചയായി. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇത് ചർച്ചയാക്കി. ഇസ്രായേൽ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തു. അങ്ങനെ ഇതിൻ്റെയൊക്കെ ചർച്ച ഇങ്ങനെ വലിയ രീതിയിൽ വന്നപ്പോൾ UAEയും സൗദിയും പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇനി ഞങ്ങൾ വിസ നൽകുന്നില്ല. അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചു. ഇസ്രായേലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ അവർ പഠിച്ചന്വേഷിച്ച് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമുകളെ അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിലെ തീവ്രവാദികളെ എതിർക്കുന്നത് PC ജോർജാണ്. അങ്ങനെ PC ജോർജിനെ കുറിച്ച് വരെ വാർത്ത ഇസ്രായേലിൽ പരന്നു. ബെഞ്ചമിൻ നെതന്യാഹു വരെ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് PC ജോർജിനെ കുറിച്ച്. ഇത് തള്ളല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സത്യമാണോ? സീരിയസ് ആയിട്ട്. നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ മീഡിയ മലയാളത്തിൻ്റെയും BBC-യിലെയും ഗസ്റ്റായ പ്രശാന്ത് പുലാന്തോട്ട സാറ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ PC അന്താരാഷ്ട്ര അല്ലെങ്കിൽ എന്താ പറയുക ലോകോത്തര തരത്തിൽ PC മാറുകയാണ്. PC-ക്കൊപ്പം BJP പോലും ഇല്ല എന്ന് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ വലിയ വായിൽ വർത്താനം പറയുന്നതായിട്ടു. PC-ക്കൊപ്പം എല്ലാവരും ഉണ്ട്. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പിന്നെ BJP-ക്കാർ PC-യുടെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ തമ്പടിച്ചു. പോലീസ് എത്തിയപ്പോഴും കാണാൻ പറ്റിയില്ല. പക്ഷെ PC മാസമായി വന്ന് കീഴടങ്ങി. എന്താണ് PC-യുടെ ഈ ഒരു വരവിൻ്റെ അല്ലെങ്കിൽ PC-യുടെ ഇപ്പോഴത്തെ ഒരു ഹൈ മൈലേജ് ആണോ? PC ജോർജ് കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തിൽ ആളുകളുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ സ്റ്റാറായി നിൽക്കുന്ന ഒരാളാണ്. അതൊന്നും വാങ്ങുമ്പോൾ കേരള പോലീസ് ഇങ്ങനെ ഓരോ കേസുമായിട്ട് വരും. അപ്പോൾ പുള്ളി ഒന്നും കൂടെ ഇങ്ങനെ സ്റ്റാർ ആവും. കേരള പോലീസിന് മാസാവും. അല്ല, അതെ, ഇങ്ങനെ സ്റ്റാർ ആവും. കാര്യം PC ജോർജിൻ്റെ വീട്, PC ജോർജിൻ്റെ മകൻ പ്രതികരിക്കുന്നത്, ഇതൊക്കെ PC ജോർജിന് ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് ഏത് തരം ഹൈപ്പ് ആണെങ്കിലും ഹൈപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടല്ലോ. എന്താ പറയുക, എനിക്ക് ഓർമ്മ വരുന്നത് ഈ ചാനലുകാർ ഫുള്ള് PC-യുടെ പുറകിലാണ്. ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറയും, ക്യാമറ എങ്ങനെ വെക്കണം, വെള്ളത്തിൽ ക്യാമറയും ചാടട്ടെ, അതുപോലെ നടിയോടൊപ്പം ക്യാമറയും ചാടട്ടെ. അതുപോലെ ചാനലുകളിലേക്ക് മുതലാളിമാര് പറയും PC ജയിലിലേക്കാണെങ്കിൽ നിങ്ങളും ജയിലിലേക്ക്. അതെ, അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ പക്ഷെ ഇന്ന് സംഭവിച്ചത് എന്താണ്? ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കേരള പോലീസ് PC ജോർജിന് ആവശ്യമുള്ള സമയം കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം PC ജോർജ് പറഞ്ഞത് ഇവിടെ ഹമാസ് അനുകൂലികളായിട്ടുള്ള എല്ലാ തീവ്രവാദത്തെയും അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ PC ജോർജ് പറയുമ്പോൾ അത് മുസ്ലിംസ് എന്നായിപ്പോയി, ഇസ്ലാം എന്നായിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെ ഒരു നാക്ക് പിഴ എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കേരളത്തിലെ എല്ലാ മുസ്ലിംസും തീവ്രവാദികളാണ്, ഇന്ത്യയിലെ എല്ലാ മുസ്ലിംസും തീവ്രവാദികളാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞാൽ യോജിക്കില്ല. കാരണം അങ്ങനെയല്ലാത്ത എത്രയോ നല്ല മുസ്ലിം സഹോദരന്മാരുണ്ട്. ഒരുപാട് ഇപ്പം ഈ തീവ്ര നിലപാടുകളുള്ള എല്ലാ മതങ്ങളിലും തീവ്ര നിലപാടുള്ള ആൾക്കാർ കാണും. പക്ഷെ അങ്ങനെയല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ SDPI, അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി എന്താണ് ഈ എവിടെയൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദികളുണ്ടോ അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് ഞമ്മൻ്റെ നേരെയാണ് പറയുന്നത്, എനിക്ക് പൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വാചകമടിക്കുന്ന, പോസ്റ്റുകളിടുന്ന, കമൻറ്റുകളിടുന്ന കുറേ അധികം ആളുകൾ കേരളത്തിലുണ്ട്. അവരാണ് ഈ പറയുന്ന PC ജോർജ്, അവരെയാണ് PC ജോർജ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു നാക്ക് പിഴ കൊണ്ട് ഈ രീതിയിലേക്ക് എത്തിയെന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പോലീസ് ആവശ്യത്തിന് സമയം കൊടുത്തു. പോലീസ് വളരെ കൃത്യമായി അദ്ദേഹത്തെ എന്താണ് ഈ ഹൈക്കോടതിയിലടക്കം പോയി. പക്ഷേ ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് PC ജോർജ് എന്ത് ചെയ്തത്, ഇപ്പോൾ കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. അവിടെ ഒരു 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 മികച്ച ഒരു പ്ലാനാണ് ഞാൻ കണ്ടത്. കാരണം
PC ജോർജിനെ കാണാനില്ല, PC ജോർജ് മുങ്ങി, PC ജോർജ് ഒളിവിൽ. ഞാൻ ചോദിക്കട്ടെ, കേരള പോലീസിന് എന്താ കണ്ടെത്താൻ പറ്റാത്തതാണോ PC ജോർജിനെ? അങ്ങനെയൊന്നുമല്ല. PC ജോർജിനെ കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയാത്തതോ അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ. കേരള പോലീസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് എന്താണ് അദ്ദേഹം പറയുന്നതിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ ഇതൊരു ഞാൻ പറയാം, ഈ യഹിയ സിൻവറിൻ്റെയും ഇസ്മയിൽ ഹനിയയുടെയൊക്കെ ഫോട്ടോ വെച്ച ആളുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ PC ജോർജിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഇതൊരു ചോദ്യമല്ലേ? ഈ തീവ്രവാദികളെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ സംഘപരിവാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ ആക്രമിക്കുകയാണ്. കുംഭമേളയുടെ പേര്, കുംഭമേള എന്തോ സംഘപരിവാറിൻ്റെ അതാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദു ആചാരങ്ങളെ നിരന്തരമായ ആളുകൾ ആക്രമിക്കുകയാണ്. ആളുകളെന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗക്കാർ ആക്രമിക്കുകയാണ്. ആ സമയത്ത് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു കേസ് ഒരു നാക്കുപിഴയുടെ പേരിൽ PC ജോർജിനെതിരെ എടുത്തു എന്ന് പറയുന്നത് അദ്ദേഹം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്കൽ നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള അത് പോലീസിനും അറിയാം. അപ്പോൾ അവസാനം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ജാമ്യം തള്ളി. അപ്പോൾ ഇന്ന് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ രാവിലെ തന്നെ കാണുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഞാൻ ആലോചിക്കുന്നത് എല്ലാത്തിനെയും വെട്ടിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളെ ഇന്ന് PC ജോർജ് പറ്റിച്ചു എന്നുള്ളതാണ്. കാരണം PC ജോർജിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ മാധ്യമങ്ങളെല്ലാം കുത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്, കാരണം നമ്മളും ഉണ്ടെങ്കിൽ നമ്മളും പോയിരിക്കും. ഈ ചാനൽ പിന്നെ ഈ ക്യാമറയും കൊണ്ട് PC ജോർജിൻ്റെ വീടിന് മുമ്പിൽ പോയിരിക്കുമ്പോൾ ഒരാൾക്ക് പോലും കോടതിയിൽ പോയി കീഴടങ്ങുമ്പോൾ എന്നുള്ള നിലയിലേക്ക് ആരുടെയും മൈൻഡ് പോയില്ല എന്നുള്ളതാണ്. അവിടെ എന്ത് ചെയ്തു? ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ഈ പറയുന്ന ഷോൺ ജോർജ് വരുന്നു. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? PC ജോർജിന് BJPയുടെ പിന്തുണയില്ല, BJPയുടെ ഘടകം തള്ളിയിരിക്കുന്നു. നേരെ കേന്ദ്ര BJP അദ്ദേഹം സമീപിച്ചിരിക്കുന്നു. കേന്ദ്ര നേതാക്കൾ BJPയുടെ സംസ്ഥാന നേതാക്കളോട് പറഞ്ഞപ്പോൾ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല. ആരോട്? BJPയുടെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നലത്തെ മാധ്യമപ്രവർത്തകരും ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ BJPയുടെ കോട്ടയത്തെ 2 ജില്ലാ പ്രസിഡന്റുമാരും അവിടെ എത്തി. ഹരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞത് ഞങ്ങൾ കൃത്യമായി PC ജോർജിന് പിന്തുണ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്തുകൊണ്ടാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത്? ഇതിൽ കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ചില ആളുകളെ വെളുപ്പിക്കാനും ചില ആളുകളുടെ താല്പര്യത്തിന് പുറത്തും മാത്രമാണ് PC ജോർജിനെ എന്ത് ചെയ്തത്, അറസ്റ്റ് ചെയ്യുന്നതെന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റുമാർ തന്നെ കൃത്യമായി വ്യക്തമാക്കിയ നിലയ്ക്ക്. അതായത് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പിന്തുണയില്ലാതെ BJPയുടെ ജില്ലാ പ്രസിഡന്റുമാർ പോയിട്ട് PC ജോർജിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുമോ? ഒരിക്കലും വക്കാലത്ത് പറയില്ല. അവിടെ ഇവർ വിചാരിച്ചത് എന്താ? ഒരടിക്ക് PC ജോർജിനെ ഞങ്ങൾ തെറിപ്പിക്കണം, BJP ഞങ്ങൾ തെറിപ്പിക്കണം എന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചത്. പക്ഷേ PC ജോർജ് ആ സമയത്ത് സാധാരണഗതിക്ക് PC ജോർജ് എവിടെ പോകുന്ന സമയത്തും ഈ PC ജോർജിൻ്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിൻ്റെ കൂടെയാണ് അദ്ദേഹം പോകാറുള്ളത്. പക്ഷേ ഇത്തവണ എല്ലാ ആളുകളും കരുതിയത് ഷോൺ ജോർജ് ഇല്ലാതെ ഇദ്ദേഹം എവിടെയും പോവില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അദ്ദേഹം അത് മാറ്റി. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകളോടൊപ്പം കോടതിയിൽ നേരിട്ട് PC ഹാജരാകുകയാണ് ചെയ്തത്. കാരണം ഹാജരാകുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഹാജരായി എന്നുള്ളതാണ് നമുക്ക് ഇപ്രാവശ്യം കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമൊന്നും. അപ്പോൾ PC ജോർജ് കോടതിയിൽ ഹാജരാകുന്നു. കോടതിക്ക് മുമ്പേ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം വരുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ജാമ്യം തള്ളുകയാണെങ്കിൽ അദ്ദേഹം ജയിലിലേക്ക് പോകും. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളതാണ്. പക്ഷേ എന്ത് തന്നെയായാലും PC ജോർജിന് ഇതൊരു രാഷ്ട്രീയ മൈലേജാണ്. ഞാൻ ഒരു കാര്യം പറയാം. ലക്ഷ്മികാനത്ത് എന്ന് പറയുന്ന ഈ ഹിന്ദു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകയുണ്ട്. അവരുടെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് വായിച്ചു. പോസ്റ്റല്ല, ഒരു കമൻറ്റ് വായിച്ചു. അവർ പറഞ്ഞത് ഈ ഏതൊരു കാര്യം നടക്കുന്നതിന് മുമ്പും ഒരു അമ്പ് നമ്മൾ വിടുന്നതിന് മുമ്പ് ഒന്ന് പുറകോട്ട് വലിക്കുമല്ലോ, അങ്ങനെ പുറകോട്ട് വലിക്കുന്നത്. ഒരു തെറ്റാലി വിടുന്നതിന് മുമ്പ് നമ്മൾ കവണ ഒന്ന് പുറകോട്ട് വലിക്കുക, എന്നിട്ടാണ് കല്ല് വിടുക. അതുപോലത്തെ ഒരു സംഭവമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ PC ജോർജ് നിങ്ങൾ ഇപ്പോൾ പിടിച്ചകത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് BJP ആണ്. കാരണം BJP ഇവിടെ നടക്കുന്ന ഈ ഇരട്ട നീതിയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കും, ഈ വർഗീയതയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കും, ഇവിടെ ഈ ഇസ്ലാമിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കും. അത് BJPക്ക് ഒരുപാട് മൈലേജ് ഉണ്ടാക്കുമെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു സത്യമാണ്. അതൊരു പക്ഷേ PC ജോർജിലൂടെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്.